ഹലോ, വെൽക്കം ബാക്ക് ടു സുഫേറ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇതാക്കുന്ന എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിവിടെ ബോച്ചെ 1000 ഏക്കറയിൽ ടൂറിസ്റ്റ് ഫെസ്റ്റ് കാർണിവൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം ഞങ്ങളെല്ലാവരും പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഡിസംബർ 27-ാം തീയതിയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടാൻ കുറച്ച് വൈകി പോയതാണ് കേട്ടോ. അപ്പോൾ ഇനിയും ഇത് ഇട്ടിട്ടില്ലെങ്കിൽ പറ്റുന്ന വൈകി പോകുമല്ലോ വിചാരിച്ചിട്ടാട്ടോ ഒന്ന് തന്നെ എന്തായാലും അപ്ലോഡ് ആക്കാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ബോച്ചെ 1000 ഏക്കറയിൽ എത്തിക്കണം കേട്ടോ. പിന്നെ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിതേക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു ഇതിലേക്ക് വരുന്നത് തന്നെ കേട്ടോ. അപ്പോൾ എന്തായാലും വേണ്ടില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ നിർബന്ധ പ്രകാരമാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ. പിന്നെ നമ്മളിവിടെ വന്ന സമയത്ത് പിന്നെ ഇവിടെ അങ്ങനെ ടിക്കറ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതായത് നമ്മൾ ഈ ഫാഷൻ ഷോ ആണ് കേട്ടോ അന്ന് ഇവിടെ നടക്കുന്നുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ മാത്രം ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയാലാണ് കേട്ടോ വേറെ പിന്നെ റൈഡും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങളിവിടെ പുറത്ത് നിന്നിട്ടാട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ മക്കൾക്ക് 2 പേർക്ക് സ്കൂളിൽ നിന്ന് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പോയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിക്കോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കയറുന്നില്ല, പിന്നെ ഞങ്ങളും ഇവിടെ തന്നെ നിന്നോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതായി ചായച്ചടീൻ്റെ ഇവിടെയൊക്കെ നിറച്ച് ചായച്ചടിയാണ് കേട്ടോ. അങ്ങനെ ഇതാ തീരത്തോട്ടാണ് അന്നേരം ഇതാക്കണേ നമ്മൾ ഇവിടെ തന്നെ നിന്ന് കണ്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണേ 2ാമത്തെ മോനെ പഠിപ്പിക്കണ ടീച്ചറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ഇതാ ഫാഷൻ ഷോ കണ്ടില്ലേ, ഇത് അവിടെ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ദൂരെ നിന്ന് ഇങ്ങനെ കണ്ടു കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത് ഇങ്ങനത്തതൊക്കെ കേട്ടോ. അങ്ങനെ ഏതായാലും ഇതാ പിന്നെ നമ്മൾ വേറൊരു പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറണമെന്ന് വിചാരിച്ചിരുന്നു. അന്നേരമാണ് അതിൻ്റെ ഉള്ളിൽ ടിക്കറ്റ് കൊടുക്കണം വിചാരിച്ചങ്ങനെ നിന്നപ്പോഴാണ് അപ്പോൾ അവിടെ ടിക്കറ്റൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഇത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോകാട്ടോ. അപ്പോൾ അടിപൊളിട്ടോ ലൈറ്റിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പിന്നെ അടിയിൽ നിന്ന് ഒരു പുകയും വരുന്നുണ്ട് കേട്ടോ. അത് നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ ഇത് ഈ അടുത്ത് നമ്മൾ ഈ വെള്ളത്തിൻ്റെ ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ടൈം ആയിട്ട് ഇങ്ങനത്തെ ഒക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ ഒത്തിരി എന്താ പറയുക ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ പഴയ കാലത്തെ ഓരോ ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ. അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ നോക്കിട്ടോ. പിന്നെ ഇതുണ്ട് പഴയ ക്ലോക്ക്, പിന്നെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പിന്നെ നമ്മളെ മായാവി ലുട്ടാപ്പി അങ്ങനെയുള്ള കുറേ ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ബോച്ചൻ്റെ ഇതുണ്ട്. അങ്ങനെ പിന്നെ പഴയ കാലത്തെ മിഠായി. പിന്നെ ഞാൻ ചെറുങ്ങനൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്നാമത് ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. ആ തണുപ്പ് കൊണ്ട് പിന്നെ നമുക്ക് അവിടെ നിൽക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ആ ഒരു വെള്ളത്തിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ടൊക്കെ പോയപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. അങ്ങനെ പിന്നെ ഇതാക്കണം അടുത്തത് എന്താണെന്ന് വെച്ചാൽ പോയി നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് ചെക്കന്മാരാണ് കേട്ടോ. അവർ 2 മണി റിങ് പിടിച്ചങ്ങാണ്ട് ഇങ്ങനെ എറിയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണ അവരിങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു, മാറി മാറി അങ്ങനെ എറിയാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവർക്ക് എന്തെങ്കിലും കിട്ടിയില്ലേന്ന് പിന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അവരിങ്ങനെ എറിഞ്ഞുകൊണ്ട് നിൽക്കണുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ നമ്മളെന്താക്കി കുറച്ച് അപ്പുറത്തേക്ക് അങ്ങനെ നീങ്ങിട്ടോ. അപ്പോൾ അപ്പുറത്തും ഉണ്ടായിരുന്നു അതേപോലെ റിങ് അല്ല ചെറിയ ബോൾ വെച്ചങ്ങാണ്ട് ഇങ്ങനെ നമ്പർ ഉണ്ടാവും. ആ നമ്പറിൻ്റെ ഉള്ളിൽ ചാടിക്കഴിഞ്ഞാൽ എത്ര നമ്പർ എന്ന് വെച്ചാൽ അവിടെ സാധനങ്ങൾ അങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടും. അങ്ങനത്തതാണ്. അങ്ങനെ പിന്നെ അതൊക്കെ കണ്ടുകാണ്ട് പിന്നെ അത് റൈഡ് നടക്കുന്നിടത്തൊക്കെ തന്നെ പോയി നോക്കുക. എന്നിട്ട് അങ്ങനെ ഊഞ്ഞാൽ തോണി അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അങ്ങനെ അധികം ഒന്നും ആൾക്കാരൊന്നും അതിൽ അങ്ങനെ കയറുന്നില്ല. ഇനി തണുപ്പൊക്കെ ആയതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, അതോ ഇനി ആളുകൾക്കൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണെന്നോ അതും അറിയില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടുകാണ്ട് നമ്മൾ പിന്നെ ഒന്നിലും കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ കണ്ടുകാണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ പോകുകയെന്നും പറഞ്ഞിട്ട് അങ്ങനെ വണ്ടീൻ്റെ അടുത്ത് വന്നിട്ടോ. അപ്പോൾ ബോച്ചൻ്റെ ഇതൊക്കെ പതിപ്പിച്ച് അവിടെ ഒരു വണ്ടി ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടുകാണ്ട് നമ്മൾ എന്താക്കി അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. അപ്പോൾ അവിടുന്ന് വരുന്ന ഈ നിറച്ച് ചായച്ചടിയാണ് കേട്ടോ. ചെറിയ റോഡാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എന്ന് തന്നെ നമ്മൾ പോകുന്ന ടൈമിൽ തന്നെ തിരക്കുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ 31-ാം തീയതി എന്താണ് സ്ഥിതി എന്നൊരു പിടുത്തമല്ല കേട്ടോ. ബോച്ചൻ്റെ ഈ സ്ഥലത്തേക്ക് നമ്മൾ രാത്രിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കാർണിവലല്ലേ ഇപ്പോൾ രാത്രി കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ അത് കണ്ടപ്പോൾ തോന്നിയിട്ടോ കുറച്ച് പകലൊക്കെ ആയിട്ട് നമുക്കൊരു 4 മണിയൊക്കെ ആകുമ്പോൾ വരേണ്ടിയിരുന്നു കേട്ടോ. കാരണം ഇവിടെ കുറേ റിസോർട്ടും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ബോച്ചൻ്റെ കള്ള് ഷാപ്പ് അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാമെന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണം നമ്മൾ കാർണിവലും കഴിഞ്ഞാണ്ട് നമ്മൾ നേരെ വന്നിട്ട് മേപ്പാടി വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളവിടെ 99 റുപ്യക്ക് മന്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരെ അവിടെ കയറിയാണ്ട് എന്താക്കി നമ്മളെല്ലാവരും പിന്നെ 5 മന്തി ഓർഡർ ആക്കിയാണ്ട് നമ്മളങ്ങനെ തിന്നിട്ടോ. പിന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. നല്ല വലിയ പീസുമാണ്, നല്ല ചൂടുള്ള ചോറ്, നല്ല ടേസ്റ്റുമാണ് കേട്ടത്. ബോച്ചെ 1000 ഏക്കറിലെ കാർണിവലിൻ്റെ വീഡിയോസോട് അവസാനിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.